ഹലോ എവരിവൺ, എല്ലാവർക്കും പാത്വേസ് അക്കാദമിയുടെ ഡെയിലി ന്യൂസ് അനാലിസിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്ന ടോപ്പിക്സ് ഷാങ്ഹായ് കോപ്പറേഷൻ ഓർഗനൈസേഷൻ, AMCA, PLI സ്കീം, മാർക്കറ്റ് ഇൻഫ്രാസ്ട്രക്ചർ ഇൻസ്റ്റിറ്റ്യൂഷൻസ്, പ്ലേസസ് ന്യൂസ് ആയിട്ട് അസ്താന. അപ്പോൾ അതിൽ ആദ്യം ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഷാങ്ഹായ് കോപ്പറേഷൻ ഓർഗനൈസേഷനെ കുറിച്ചാണ്. അപ്പോൾ ഷാങ്ഹായ് കോപ്പറേഷൻ ഓർഗനൈസേഷനെ കുറിച്ച് ഡിസ്കസ് ചെയ്യാനുള്ള ഒരു കാരണം എന്ന് പറയുന്നത്, ഇപ്പോൾ SCOയുടെ 2024 സമ്മിറ്റ് നടക്കാൻ പോകുന്നത് അസ്താനയിൽ വെച്ചിട്ടാണ്. അപ്പോൾ ഈ സമ്മിറ്റിനകത്ത്, അതായത് SCOയുടെ ആനുവൽ സമ്മിറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഹെഡ്സ് ഓഫ് സ്റ്റേറ്റ് അല്ലെങ്കിൽ രാജ്യത്തിന്റെ നേതാക്കന്മാരുടെ സമ്മിറ്റ് ആണ്. പക്ഷേ ഇപ്രാവശ്യം സമ്മിറ്റിനകത്ത് ഇന്ത്യൻ പ്രൈം മിനിസ്റ്റർ നരേന്ദ്രമോദി പങ്കെടുക്കുന്നില്ല എന്നും അതിന് പകരം ഇന്ത്യൻ ഡെലിഗേഷനെ ഹെഡ് ചെയ്യുന്നത് ഇന്ത്യയുടെ എക്സ്റ്റേണൽ അഫയേഴ്സ് മിനിസ്റ്റർ ആണെന്നുള്ളൊരു വാർത്ത, അത് ഇന്ത്യയും കസാക്കിസ്ഥാൻ എന്നൊക്കെ തമ്മിലുള്ള ബന്ധത്തിനകത്ത് ചെറിയ പ്രശ്നങ്ങൾ ക്രിയേറ്റ് എന്നൊക്കെ പറഞ്ഞിട്ടൊരു വാർത്ത ഇന്നത്തെ ഹിന്ദുവിന്റെ പേജ് 12 വന്നിട്ടുണ്ട്. അപ്പോൾ ആ ഒരു കോണ്ടെക്സ്റ്റിലാണ് നമ്മൾ SCOനെ കുറിച്ച് ഡിസ്കസ് ചെയ്യുന്നത്. ഈ ഷാങ്ഹായ് കോപ്പറേഷൻ ഓർഗനൈസേഷൻ എന്ന് പറയുന്നത് പണ്ട് 1995-96 കാലഘട്ടത്തിൽ ഈ റഷ്യ, അതുപോലെ തന്നെ ചൈന, പിന്നെ കസാക്കിസ്ഥാന്, അതുപോലെ കിർഗിസ്ഥാന്, താജിക്കിസ്ഥാന് എന്നീ 5 രാജ്യങ്ങൾ ചേർന്നുകൊണ്ട് ഷാങ്ഹായ് 5 എന്ന് പറയുന്ന ഒരു ഗ്രൂപ്പിംഗ് ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. ആ ഗ്രൂപ്പിങ്ങിനകത്ത് ഉസ്ബെക്കിസ്ഥാനും കൂടി ആഡ് ചെയ്തിട്ട് റഷ്യ, ചൈന, കസാക്കിസ്ഥാൻ, കിർഗിസ്ഥാൻ, താജിക്കിസ്ഥാൻ, ഉസ്ബെക്കിസ്ഥാൻ എന്നീ 6 രാജ്യങ്ങൾ ചേർന്നുകൊണ്ട് 2001 ആരംഭിച്ചിട്ടുള്ള ഒരു റീജിയണൽ ഓർഗനൈസേഷനാണ് ഷാങ്ഹായ് കോപ്പറേഷൻ ഓർഗനൈസേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഷാങ്ഹായ് കോപ്പറേഷൻ ഓർഗനൈസേഷനെ നമ്മൾ ചുരുക്കി SCO എന്ന് പറയും, അല്ലെങ്കിൽ ഇതിനെ ഷാങ്ഹായ് പാക്ട് എന്നും വിളിക്കാറുണ്ട്. അതുപോലെ തന്നെ ഇന്ത്യയൊക്കെ ജോയിൻ ചെയ്യുന്നതിന് മുമ്പ് പണ്ട് കാലത്ത് 2000-ന്റെ ഒക്കെ തുടക്കത്തിൽ ഈ അമേരിക്കൻ മാധ്യമങ്ങളൊക്കെ ഷാങ്ഹായ് കോപ്പറേഷൻ ഓർഗനൈസേഷനെ ചൈനയുടെ നെയ്റ്റോ എന്ന് വിളിക്കാറുണ്ടായിരുന്നു. അതായത് ചൈനയുടെ ഒരു പൊട്ടൻഷ്യൽ മിലിറ്ററി അലയൻസ് ആണെന്നുള്ള രീതിയിലൊക്കെ അതിനെ റിപ്പോർട്ട് ചെയ്യുമായിരുന്നു. ഓക്കെ, ഇനി ഈ ഷാങ്ഹായ് കോപ്പറേഷൻ ഓർഗനൈസേഷൻ ഒരു ഫൗണ്ടിങ് ഡോക്യുമെന്റ് എന്ന് പറയുന്നത് ഇവരുടെ ചാർട്ടർ ആണ്, അല്ലെങ്കിൽ ഷാങ്ഹായ് കോപ്പറേഷൻ ഓർഗനൈസേഷൻ ചാർട്ടർ ആണ്. അത് 2002 സൈൻ ചെയ്യപ്പെടുന്നത്, 2003 അത് നിലവിൽ വരുന്നത്. ഇങ്ങനെ 6 രാജ്യങ്ങളാണ് ഈ ഒരു സംഘടന എസ്റ്റാബ്ലിഷ് ചെയ്യുന്നത്. ഇവരാണ് ഇതിന്റെ ഫൗണ്ടിങ് മെമ്പേഴ്സ് എന്ന് പറയുന്നത്. ഇതിൽ 2017 ജൂണിലാണ് ഇന്ത്യയും പാകിസ്ഥാനും കൂടി മെമ്പേഴ്സ് ആയിട്ട് ജോയിൻ ചെയ്യുന്നത്. ഇതോടുകൂടി മെമ്പർഷിപ്പ് 8 ഉയർന്നു. അന്ന് 2017 ഇപ്പോൾ പറഞ്ഞതുപോലെ തന്നെ അസ്താനയിൽ അന്ന് നടന്നിട്ടുള്ള അസ്താന സമ്മിറ്റിലാണ് അന്നും ഇന്ത്യയും പാകിസ്ഥാനും ഇതിനകത്ത് മെമ്പേഴ്സ് ആയിട്ട് മാറുന്നത്. 2023 കഴിഞ്ഞ വർഷം ഇറാൻ ഇതിൽ ഒരു മെമ്പറായിട്ട് മാറിയിട്ടുണ്ട്. ഓക്കെ, ഇനി ഇതിനകത്ത് ഈ മെമ്പേഴ്സ് കൂടാതെ നിലവിൽ ഇതിലെ ഒബ്സർവേഴ്സ് ആയിട്ടുള്ള നിരീക്ഷകാംഗങ്ങളായിട്ടുള്ള രാജ്യങ്ങൾ എന്ന് പറയുന്നത് അഫ്ഗാനിസ്ഥാൻ, ബെലാറസ്, മംഗോളിയ എന്നീ രാജ്യങ്ങളാണ്. അപ്പൊ അതിനകത്ത് ബെലാറസ് എന്ന് പറയുന്ന രാജ്യം ഈ വർഷം 2024 ഇപ്പോൾ നടക്കാൻ പോകുന്ന അസ്താന സമ്മിറ്റിൽ ബെലാറസും ഷാങ്ഹായ് കോപ്പറേഷൻ ഓർഗനൈസേഷനിൽ ഒരു ഫുൾ മെമ്പറായിട്ട് മാറും എന്ന് പറയപ്പെടുന്നുണ്ട്. അപ്പൊ അങ്ങനെ ആയിക്കഴിഞ്ഞാൽ ഈ ഷാങ്ഹായ് കോപ്പറേഷൻ ഓർഗനൈസേഷന്റെ അംഗത്വം എന്ന് പറയുന്നത് 10 ഉയരും എന്ന് മനസ്സിലാക്കുക. ഇനി ഷാങ്ഹായ് കോപ്പറേഷൻ ഓർഗനൈസേഷന്റെ ഏറ്റവും ഹയസ്റ്റ് ഡിസിഷൻ മേക്കിംഗ് ബോഡി എന്ന് പറയുന്നത് ഇവരുടെ ഹെഡ്സ് ഓഫ് സ്റ്റേറ്റ് കൗൺസിൽ ആണ്. ഇതിന്റെ സമ്മിറ്റ് ആണ് ഇപ്പോൾ ആനുവലി നടക്കുന്നത്. അതിലൊരു സമ്മിറ്റ് ആണ് ഇപ്പോൾ കസാക്കിസ്ഥാനിലെ അസ്താനയിൽ വെച്ചിട്ട് ഈ വർഷം നടക്കാൻ പോകുന്നത് മനസ്സിലാക്കുക. അപ്പൊ ഈ ഒരു കൗൺസിൽ മീറ്റിംഗ് ആനുവലി ആണ് നടക്കാറുള്ളത്. ഇത് സാധാരണഗതിയിൽ ഈ ഷാങ്ഹായ് കോപ്പറേഷൻ ഓർഗനൈസേഷനെ ഇപ്പൊ പാശ്ചാത്യ മാധ്യമങ്ങൾ വിശേഷിപ്പിക്കാറുള്ളത് ഒരു അലയൻസ് ഓഫ് ദി ഈസ്റ്റ് എന്നുള്ള പേരിലാണ്. പിന്നെ നമ്മൾ ഒരു ടെറിട്ടോറിയൽ വൈസ്, അല്ലെങ്കിൽ ഈ ഒരു ഷാങ്ഹായ് കോപ്പറേഷൻ ഓർഗനൈസേഷൻ എന്ന് പറയുന്ന സംഘടനയിലെ അംഗരാജ്യങ്ങളുടെ മൊത്തത്തിലുള്ള ഏരിയ എടുത്തു നോക്കുകയാണെങ്കിൽ, അല്ലെങ്കിൽ പോപ്പുലേഷൻ ഒക്കെ എടുത്തു നോക്കുകയാണെങ്കിൽ, ഈ അർത്ഥത്തിൽ ടെറിട്ടറി വൈസും പോപ്പുലേഷൻ വൈസും ലോകത്തിലെ ഏറ്റവും വലിയ റീജിയണൽ ഓർഗനൈസേഷൻ ആണ് SCO എന്ന് വേണമെങ്കിൽ പറയാം. കാരണം യൂറേഷ്യൻ ലാൻഡ് മാസിന്റെ ഏകദേശം 5/3 ഭാഗവും ഈ SCOയുടെ രാജ്യങ്ങൾ കവർ ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ ലോകത്തിലെ ടോട്ടൽ പോപ്പുലേഷന്റെ 50% കൂടുതലും ഈ SCO എന്ന് പറയുന്ന റീജിയണൽ ഓർഗനൈസേഷന്റെ ഭാഗമുള്ള രാജ്യങ്ങളിലാണ്. ഇനി അതുപോലെ തന്നെ ഈ ഷാങ്ഹായ് കോപ്പറേഷൻ ഓർഗനൈസേഷന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഇനീഷ്യേറ്റീവുകളിൽ ഒന്നാണ് ഇവരുടെ റീജിയണൽ ആന്റി ടെററിസം സ്ട്രക്ചർ എന്ന് പറയുന്ന റാറ്റ്സ് എന്ന് പറയുന്ന ഒരു ഓർഗനൈസേഷൻ എന്ന് പറയുന്നത്. 2004 ഉസ്ബെക്കിസ്ഥാനിലെ താഷ്കന്റ് ആസ്ഥാനമായിക്കൊണ്ട് പ്രവർത്തനം ആരംഭിച്ചിട്ടുള്ള ഷാങ്ഹായ് കോപ്പറേഷൻ ഓർഗനൈസേഷന്റെ ഭാഗമായിട്ടുള്ള ഒരു പെർമനന്റ് ഓർഗനാണ് റാറ്റ്സ് എന്ന് പറയുന്നത്. ഈ പേര് സൂചിപ്പിക്കുന്നത് പോലെ തന്നെ ഷാങ്ഹായ് കോപ്പറേഷൻ ഓർഗനൈസേഷനകത്തുള്ള അംഗരാജ്യങ്ങൾക്കിടയിൽ ടെററിസവുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങൾ, ഭീകരവാദവുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങളിൽ പരസ്പര സഹകരണം വർദ്ധിപ്പിക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഈ റാറ്റ്സ് ആരംഭിച്ചിട്ടുള്ളത്. അപ്പൊ SCO പ്രധാനമായിട്ടും പ്രൊമോട്ട് ചെയ്യുന്ന, അല്ലെങ്കിൽ SCO പ്രധാനമായിട്ടും ഡീൽ ചെയ്യുന്ന ഒരു ഏരിയ എന്ന് പറയുന്നത് അംഗരാജ്യങ്ങൾക്കിടയിലുള്ള സെക്യൂരിറ്റി കോപ്പറേഷൻ ആണെന്ന് മനസ്സിലാക്കുക. പക്ഷെ ഇപ്പൊ കുറച്ച് കാലങ്ങളായിട്ട് പൊളിറ്റിക്കൽ കോപ്പറേഷനും അതുപോലെ തന്നെ എക്കണോമിക് കോപ്പറേഷനും കൂടി ഇവരുടെ പ്രധാനപ്പെട്ട അജണ്ടയിലുണ്ടെന്ന് മനസ്സിലാക്കുക. ഇനി SCOയുടെ ഒഫീഷ്യൽ വർക്കിംഗ് ലാംഗ്വേജ് എന്ന് പറയുന്നത് ചൈനീസും റഷ്യനുമാണ്.
കഴിഞ്ഞ വർഷം 2023 സമ്മിറ്റ് ഇന്ത്യ ആയിരുന്നു ഹോസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നത്. പക്ഷേ അത് നമ്മളൊരു വെർച്വൽ സമ്മിറ്റ് ആയിട്ടാണ് 2023 സമ്മിറ്റ് നടത്തിയിട്ടുണ്ടായിരുന്നത്. ഓക്കെ, ഇനി അടുത്തതായിട്ട് ഡിസ്കസ് ചെയ്യാനുള്ള ടോപ്പിക് AMCA ആണ്, അല്ലെങ്കിൽ അഡ്വാൻസ്ഡ് മീഡിയം കോമ്പാറ്റ് എയർക്രാഫ്റ്റ് എന്ന് പറയുന്ന ഇന്ത്യയുടെ ഒരു ഇപ്പോൾ പ്രപ്പോസ്ഡ് ആയിട്ടുള്ള 5th ജനറേഷൻ എയർക്രാഫ്റ്റ് ആണ് AMCA എന്ന് പറയുന്നത്. അപ്പോൾ AMCA കുറിച്ച് ഇതിന് മുമ്പ് നമ്മൾ ഡെയിലി ന്യൂസ് അനാലിസിനകത്ത് ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. ഇത് വീണ്ടും പറയാനുള്ള കാരണം ഈ AMCAയുമായിട്ട് ബന്ധപ്പെട്ട് ഇന്നത്തെ ഹിന്ദുവിന്റെ പേജ് 15 ഒരു വാർത്ത വന്നിട്ടുണ്ട്. ഈ AMCയുടെ ഫസ്റ്റ് പ്രോട്ടോടൈപ്പ് 2028-29 ആകുമ്പോഴേക്കും റെഡിയാവും. അതായത് അടുത്തൊരു 3-4 വർഷത്തിനകത്ത് ഇതിന്റെ ഫസ്റ്റ് പ്രോട്ടോടൈപ്പ് റെഡിയാവും. അതുപോലെ തന്നെ AMCA പ്രൊജക്ടിന് അതിന്റെ ഇനീഷ്യൽ സ്റ്റേജിലുള്ള ഡെവലപ്മെന്റിനും അതായത് പ്രോട്ടോടൈപ്പ് ഡെവലപ്പ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള അനുമതി ക്യാബിനറ്റ് കമ്മിറ്റി ഓൺ സെക്യൂരിറ്റിയുടെ കയ്യിൽ നിന്ന് ഈ മാർച്ച് മാസത്തിൽ കിട്ടിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ സമയത്ത് നമ്മൾ ഈ AMCയെ കുറിച്ചൊന്ന് ഡിസ്കസ് ചെയ്യുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. സോ ഇപ്പോൾ AMCA എന്ന് പറയുന്നത് ഇപ്പോൾ നമുക്കറിയാം, നിലവിൽ ലോകരാജ്യങ്ങളിൽ അല്ലെങ്കിൽ ലോകത്തിലെ ഏറ്റവും അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ഡെവലപ്ഡ് ആയിട്ടുള്ള മിലിറ്ററീസ് ഒക്കെ യൂസ് ചെയ്യുന്ന ഏറ്റവും അഡ്വാൻസ്ഡ് ആയിട്ടുള്ള എയർക്രാഫ്റ്റുകൾ, കോമ്പാറ്റ് എയർക്രാഫ്റ്റുകൾ എന്ന് പറയുന്നത് 5th ജനറേഷൻ എയർക്രാഫ്റ്റുകളാണ്. അപ്പോൾ ഈ 5th ജനറേഷൻ എന്ന് പറയുന്നത് ഈ കോമ്പാക്ട് എയർക്രാഫ്റ്റുകളുടെ ഏറ്റവും പുതിയ തലമുറയിൽപ്പെടുന്നതാണ് ഈ 5ാം തലമുറ യുദ്ധവിമാനങ്ങൾ എന്ന് പറയുന്നത്. ഇതിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട 5th ജനറേഷൻ എയർക്രാഫ്റ്റുകളുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഫീച്ചേഴ്സ് എന്ന് പറയുന്നത് ഒന്ന് സ്റ്റെൽത്ത് ടെക്നോളജിയാണ്. ഇപ്പോൾ നമ്മൾ ഇന്ത്യയുടെ ഒക്കെ കേസ് നോക്കിക്കഴിഞ്ഞാൽ ഇന്ത്യ യൂസ് ചെയ്യുന്ന ഏറ്റവും അഡ്വാൻസ്ഡ് ആയിട്ടുള്ള എയർക്രാഫ്റ്റുകൾ എന്ന് പറയുന്നത് ഇപ്പോൾ ഫ്രഞ്ച് മാനുഫാക്ചറർ ആയിട്ടുള്ള ഡെസോൾട്ടിന്റെ കയ്യിൽ നിന്ന് വാങ്ങിച്ചിട്ടുള്ള റഫേൽ, അല്ലെങ്കിൽ റഷ്യയുടെ കയ്യിൽ നിന്ന് പർച്ചേസ് ചെയ്തിട്ടുള്ള സുഖോയ് 30 MKI എന്നൊക്കെ പറയുന്ന എയർക്രാഫ്റ്റുകളാണ്. ഇതെല്ലാം തന്നെ നമുക്ക് 4th ജനറേഷൻ എന്നോ അല്ലെങ്കിൽ 4.5th ജനറേഷൻ 4.5 ജനറേഷൻ എന്നൊക്കെ വിളിക്കാൻ പറ്റുന്ന എയർക്രാഫ്റ്റുകളാണ്. ഇതിനൊന്നും സ്റ്റെൽത്ത് കേപ്പബിലിറ്റി ഇല്ല. അപ്പൊ റഫേലിന്റെ ഒക്കെ കേസിൽ അതിനൊരു ലിമിറ്റഡ് സ്റ്റെൽത്ത് കേപ്പബിലിറ്റി ഉണ്ടെങ്കിലും ഇതിനൊന്നും സ്റ്റെൽത്ത് എയർക്രാഫ്റ്റുകളാണെന്ന് പറയാൻ പറ്റില്ല. അപ്പോൾ 5th ജനറേഷൻ എയർക്രാഫ്റ്റുകളുടെ ഏറ്റവും വലിയ പ്രത്യേകത അവരുടെ സ്റ്റെൽത്ത് കേപ്പബിലിറ്റി ആണ്. അതുപോലെ തന്നെ ഇതിന്റെ ഏവിയോണിക് സ്യൂട്ട് വളരെ അഡ്വാൻസ്ഡ് ആയിരിക്കും, ബാറ്റിൽ മാനേജ്മെന്റ് സിസ്റ്റം ബെറ്റർ ആയിരിക്കും. അതുപോലെ തന്നെ ഇതിനകത്ത് യൂസ് ചെയ്യുന്ന വെപ്പൺസും ഇങ്ങനെയുള്ള സെൻസേഴ്സും ഇവരുടെയൊക്കെ റഡാറും ഇങ്ങനെയുള്ള കാര്യങ്ങളിലൊക്കെ വളരെ അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ഈ ഇലക്ട്രോണിക് വാർഫെയർ കേപ്പബിലിറ്റീസ് ഒക്കെ ഇത്തരത്തിലുള്ള 5th ജനറേഷൻ എയർക്രാഫ്റ്റുകൾ ഉണ്ടാവും. അപ്പൊ നിലവിൽ ലോകത്തിലുള്ളതിൽ ഏറ്റവും അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ഫൈറ്റർ എയർക്രാഫ്റ്റുകളെയാണ് നമ്മൾ 5th ജനറേഷൻ എയർക്രാഫ്റ്റുകൾ എന്ന് വിളിക്കുക. അപ്പൊ നിലവിൽ ലോകത്തിൽ 3 രാജ്യങ്ങളാണ് 5th ജനറേഷൻ എയർക്രാഫ്റ്റുകൾ സ്വന്തമായിട്ട് പ്രൊഡ്യൂസ് ചെയ്തിട്ടുള്ളത്. അതായത് ഇൻ സർവീസ് ഇപ്പോൾ അവരുടെ സൈന്യങ്ങൾ ഉപയോഗിക്കുന്ന രീതിയിലുള്ളത് 3 രാജ്യങ്ങൾ മാത്രമേ പ്രൊഡ്യൂസ് ചെയ്തിട്ടുള്ളൂ. അതിൽ ആദ്യത്തത് അമേരിക്കയാണ്. അമേരിക്കയുടെ F-22 റാപ്റ്റർ ഫൈറ്റർ ആണ് ലോകത്തിലെ ഫസ്റ്റത്തെ 5th ജനറേഷൻ എയർക്രാഫ്റ്റ് എന്ന് പറയുന്നത്. അതുപോലെ തന്നെ രണ്ടാമതായിട്ട് ലോകത്ത് വന്നിട്ടുള്ള 5th ജനറേഷൻ എയർക്രാഫ്റ്റ് എന്ന് പറയുന്നത് ഈ അമേരിക്കയുടെ തന്നെ F-35 എന്ന് പറയുന്ന മറ്റൊരു യുദ്ധവിമാനം ഉണ്ട്, ജോയിന്റ് സ്ട്രൈക്ക് ഫൈറ്റർ എന്ന് വിളിക്കുന്ന. അതുപോലെ തന്നെ പിന്നെ ചൈനയുടെ J-20 എന്ന് പറയുന്ന ഒരു എയർക്രാഫ്റ്റ് ഉണ്ട്. അതുപോലെ റഷ്യ Su-57 എന്ന് പറയുന്ന ഒരു എയർക്രാഫ്റ്റ് ഡെവലപ്പ് ചെയ്തിട്ടുണ്ട്. ഇതൊക്കെയാണ് ലോകത്തിൽ നിലവിലുള്ള ഇൻ സർവീസിലുള്ള 5th ജനറേഷൻ എയർക്രാഫ്റ്റുകൾ എന്ന് പറയുന്നത്. പക്ഷെ അതേസമയം നമ്മൾ ഇന്ത്യയെക്കാട്ടിലൊക്കെ കുറഞ്ഞ ഡിഫൻസ് ബഡ്ജറ്റ് ഉള്ള ചില രാജ്യങ്ങളും ഇപ്പോൾ 5th ജനറേഷൻ എയർക്രാഫ്റ്റുകൾ ഡെവലപ്പ് ചെയ്യാൻ തുടങ്ങിയിട്ടുണ്ട്. അപ്പൊ അതിനകത്ത് ഏറ്റവും പ്രധാനപ്പെട്ട രാജ്യങ്ങളാണ് സൗത്ത് കൊറിയയും അതുപോലെ തന്നെ തുർക്കിയും ഒക്കെ. ഇപ്പോൾ സൗത്ത് കൊറിയയും തുർക്കിയും ഒക്കെ സ്വന്തമായിട്ട് 5th ജനറേഷൻ എയർക്രാഫ്റ്റുകൾ ഡെവലപ്പ് ചെയ്ത് അതിന്റെ ഇപ്പൊ ഈ പറഞ്ഞ പ്രോട്ടോടൈപ്പ് ഒക്കെ ഡെവലപ്പ് ചെയ്ത് അതിന്റെ ട്രയൽസും കാര്യങ്ങളൊക്കെ കണ്ടക്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ ആ ഒരു സമയത്താണ് ലോകത്തിൽ ഇത്രയും വലിയൊരു സാമ്പത്തിക ശക്തിയായിട്ടും ഇന്ത്യക്ക് ഇപ്പോഴും ഒരു വെൽ ഡിസൈൻഡ് ആയിട്ടുള്ള 4th ജനറേഷൻ എയർക്രാഫ്റ്റ് പോലും ഇതുവരെ ഡിസൈൻ ചെയ്ത് ഡെവലപ്പ് ചെയ്തിട്ടില്ലാത്തൊരു രാജ്യമാണ് ഇന്ത്യ എന്ന് പറയുന്നത്. ഇന്ത്യയുടെ കേസിൽ നമ്മൾ ഡിസൈൻ ചെയ്ത് ഡെവലപ്പ് ചെയ്തിട്ടുള്ള ഏറ്റവും അഡ്വാൻസ്ഡ് ആയിട്ടുള്ള എയർക്രാഫ്റ്റ് എന്ന് പറയുന്നത് തേജസ് ആണ്. പക്ഷെ അതൊരു ലേറ്റ് കോമ്പാറ്റ് എയർക്രാഫ്റ്റ് ആണെന്ന് മനസ്സിലാക്കുക. അപ്പൊ ഈ പറയുന്ന AMCA എന്ന് പറയുന്നത് അതുകൊണ്ട് തന്നെ ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം വളരെ പ്രസ്റ്റീജിയസ് ആയിട്ടുള്ള ഒരു പ്രൊജക്റ്റ് ആണെന്ന് മനസ്സിലാക്കുക. ഇതിന്റെ സ്ട്രാറ്റജിക് ഇംപ്ലിക്കേഷൻസും ഇതിന്റെയൊക്കെ അപ്പുറം ഇതൊരു പ്രസ്റ്റീജ് ഇഷ്യൂ കൂടിയാണെന്ന് മനസ്സിലാക്കുക. അപ്പോൾ ഈ AMCA ഡെവലപ്പ് ചെയ്യാൻ പോകുന്നത് DRDOയുടെ കീഴിൽ വരുന്ന എയറോനോട്ടിക്കൽ ഡെവലപ്മെന്റ് ഏജൻസി ADA എന്ന് പറയുന്ന ഏജൻസി ഉണ്ട്, അവരാണ്. ഇത് മാനുഫാക്ചർ ചെയ്യാൻ പോകുന്നത് ഹിന്ദുസ്ഥാൻ എയറോനോട്ടിക്കൽ ലിമിറ്റഡ് എന്ന് പറയുന്ന പൊതുമേഖലാ സ്ഥാപനമാണ്. അപ്പോൾ ഈ AMCയുടെ ഒരു പ്രത്യേകതയായിട്ട് പറയുന്നത്, ഇപ്പൊ നേരത്തെ പറഞ്ഞതുപോലെ ഈ സ്റ്റെൽത്ത് ഫീച്ചേഴ്സും കാര്യങ്ങളൊക്കെ കൂടാതെ ഇതിന്റെ മറ്റൊരു പ്രത്യേകതയായിട്ട് പറയുന്നത് ഇതിന്റെ ഇന്റഗ്രേറ്റഡ് വെഹിക്കിൾ ഹെൽത്ത് മാനേജ്മെന്റ് അല്ലെങ്കിൽ IVHM എന്ന് പറയുന്ന അഡ്വാൻസ്ഡ് ടെക്നോളജിയാണ്. ഇന്റഗ്രേറ്റഡ് വെഹിക്കിൾ ഹെൽത്ത് മാനേജ്മെന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സാധാരണഗതിയിൽ കോമ്പാറ്റ് എയർക്രാഫ്റ്റുകളിൽ അവരുടെ ഒരു കോമ്പാറ്റ് സോർട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ, അതായത് ഇത് ഒരു പ്രാവശ്യം നമ്മൾ പറത്തി കഴിഞ്ഞാൽ ഇതിന് പീരിയോഡിക്കൽ ആയിട്ടുള്ള സർവീസ് വളരെ കൂടുതലായിരിക്കും. അപ്പൊ ഇതിന്റെ ഏതൊക്കെ ഭാഗങ്ങൾക്കാണ് വെയർ ആൻഡ് ടയർ ഒക്കെ വന്നിട്ടുള്ളത് എന്നൊക്കെ കൃത്യമായിട്ട് മനസ്സിലാക്കാൻ സഹായിക്കുന്ന ഒരു ടെക്നോളജിയാണ് ഇന്റഗ്രേറ്റഡ് വെഹിക്കിൾ ഹെൽത്ത് മാനേജ്മെന്റ് എന്ന് പറയുന്നത്. ഇനി അതുപോലെ തന്നെ ഇന്ത്യ ഈ എയർക്രാഫ്റ്റ് മാനുഫാക്ചറിങ്ങുമായിട്ട് ബന്ധപ്പെട്ട് ഇന്ത്യ ഫേസ് ചെയ്യുന്ന പ്രധാനപ്പെട്ട ചാലഞ്ചസിൽ ഒന്നെന്ന് പറയുന്നത് ഇന്ത്യക്ക് ഇതുവരെ ഇൻഡിജീനിയസ് ആയിട്ട് ഒരു ജെറ്റ് എഞ്ചിൻ പ്രൊഡ്യൂസ് ചെയ്യാൻ പറ്റിയിട്ടില്ല. ഇത്തരത്തിലുള്ള കോമ്പാറ്റ് എയർക്രാഫ്റ്റുകൾക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന രീതിയിൽ ഇപ്പോൾ തേജസിന് വേണ്ടിയിട്ട് നമ്മൾ കാവേരി എഞ്ചിൻ എന്ന് പറയുന്ന ഒരു എഞ്ചിന്
പ്രൊഡ്യൂസ് ചെയ്യാൻ ശ്രമിച്ചിരുന്നെങ്കിലും അതിപ്പോഴും സക്സസ് ആണെന്ന് നമുക്ക് പറയാൻ പറ്റില്ല. അതുകൊണ്ട് തന്നെ ഈ തേജസ്സിൽ പോലും നമ്മൾ യൂസ് ചെയ്യുന്നത് അമേരിക്കൻ ഡിസൈൻഡ് ആൻഡ് മാനുഫാക്ചർ എഞ്ചിൻസ് ആണ്. അപ്പോൾ ഇതുമായിട്ട് ബന്ധപ്പെട്ടിട്ടാണ് ചില അമേരിക്കൻ എഞ്ചിൻസ് ഇന്ത്യയിൽ പ്രൊഡ്യൂസ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള കരാറുകൾ നമ്മൾ സൈൻ ചെയ്തിട്ടുള്ളത്. അപ്പോൾ അതിന്റെ ഭാഗമായിട്ട് ഈ AMCAയിലും നമ്മൾ യൂസ് ചെയ്യാൻ പോകുന്നത് അമേരിക്കൻ ഡിഫൻസ് മാനുഫാക്ചറർ ആയിട്ടുള്ള ജനറൽ ഇലക്ട്രിക്കിന്റെ ഒരു F414 എന്ന് പറയുന്ന ഒരു എയർക്രാഫ്റ്റ് എഞ്ചിൻ ഉണ്ട്. അതായിരിക്കും AMCAയിലും യൂസ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഇതിന്റെ ഫസ്റ്റ് പ്രോട്ടോടൈപ്പ് 2028-29 ഒക്കെ ആകുമ്പോഴേക്കും നമുക്ക് റോൾ ഔട്ട് ചെയ്യാൻ പറ്റുമെന്നാണ് പറയുന്നത്. അപ്പോൾ അതിന്റെ ട്രയൽസ് ഒക്കെ കഴിഞ്ഞിട്ട് 2030s ഒക്കെ ആകുമ്പോഴേക്കും 2035 മുമ്പായിട്ട് ഈ 5th ജനറേഷൻ എയർക്രാഫ്റ്റുകൾ മാസ് പ്രൊഡക്ഷൻ നടത്താനും നമ്മൾ സർവീസിലേക്ക് എൻ്റർ ചെയ്യുന്നൊക്കെയാണ് ഇപ്പോൾ പറയുന്നത്. ഇനി അടുത്തതായിട്ട് ഡിസ്കസ് ചെയ്യാനുള്ള ടോപ്പിക് PLI സ്കീമിനെ കുറിച്ചാണ്, അല്ലെങ്കിൽ പ്രൊഡക്ഷൻ ലിങ്ക്ഡ് ഇൻസെന്റീവ് സ്കീമിനെ കുറിച്ചാണ്. സോ ഇപ്പോൾ ഇന്ത്യയിലെ ക്രിട്ടിക്കൽ മിനറൽ റീസൈക്ലിംഗ് ബേസിക്കലി ഈ PLI സ്കീമിനകത്ത് ഉൾപ്പെടുത്താനുള്ള സാധ്യത ഉണ്ടെന്ന് പറഞ്ഞിട്ടൊരു വാർത്ത ഇന്നത്തെ ഇന്ത്യൻ എക്സ്പ്രസിന്റെ പേജ് 13 വന്നിട്ടുണ്ട്. അപ്പോൾ ആ ഒരു കോണ്ടെക്സ്റ്റിലാണ് നമ്മൾ ഈ PLI സ്കീമിനെ കുറിച്ച് ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ PLI സ്കീം അല്ലെങ്കിൽ പ്രൊഡക്ഷൻ ലിങ്ക്ഡ് ഇൻസെന്റീവ് സ്കീം എന്ന് പറയുന്നത് 2020 ഇന്ത്യൻ ഗവൺമെന്റ് അനൗൺസ് ചെയ്തിട്ടുള്ള ഒരു സ്കീമാണ്. നമ്മുടെ ഇന്ത്യയുടെ ഇൻഡസ്ട്രിയൽ പോളിസിയുമായിട്ട് ബന്ധപ്പെട്ട് പഠിക്കേണ്ട ഒരു ഏരിയ ആണിത്. അപ്പോൾ ഇന്ത്യയുടെ ഡൊമസ്റ്റിക് മാനുഫാക്ചറിങ് കപ്പാസിറ്റി, ഓക്കെ, അതായത് ആഭ്യന്തരമായിട്ടുള്ള ഇൻഡസ്ട്രിയൽ കപ്പാസിറ്റി അല്ലെങ്കിൽ മാനുഫാക്ചറിങ് കപ്പാസിറ്റി വർദ്ധിപ്പിക്കുക. അതുപോലെ തന്നെ നമ്മുടെ ഇന്ത്യയിലേക്ക് സാധനങ്ങൾ ഇമ്പോർട്ട് ചെയ്യുന്നതിന് പകരം നമ്മൾ ഇന്ത്യയിൽ തന്നെ സാധനങ്ങൾ പ്രൊഡ്യൂസ് ചെയ്യുക, അതിനാണ് ഇമ്പോർട്ട് സബ്സ്റ്റിറ്റ്യൂഷൻ എന്ന് പറയും, ഇമ്പോർട്ട് സബ്സ്റ്റിറ്റ്യൂഷൻ. അതുപോലെ തന്നെ ഈ മാനുഫാക്ചറിങ് യൂണിറ്റുകൾ ഇന്ത്യയിൽ എസ്റ്റാബ്ലിഷ് ചെയ്യുന്നതിലൂടെ വലിയ രീതിയിൽ ആളുകൾക്ക് ഇവിടെ ജോലി നൽകുക, എംപ്ലോയ്മെന്റ് ജനറേഷൻ എന്നീ 3 ലക്ഷ്യങ്ങൾ വെച്ചിട്ടാണ് ഈ PLI സ്കീം ഗവൺമെന്റ് ആരംഭിച്ചിട്ടുള്ളത്. അപ്പോൾ ഈ സ്കീമിനകത്ത് ഇനീഷ്യലി 3 മേഖലകളാണ്, 3 സെക്ടേഴ്സിനെയാണ് കവർ ചെയ്തിട്ടുണ്ടായിരുന്നത്. ആ 3 സെക്ടേഴ്സിലുള്ള മാനുഫാക്ചറിങ് യൂണിറ്റുകൾക്കാണ് ഈ പറയുന്ന ഇൻസെന്റീവ് കൊടുത്തുകൊണ്ടിരുന്നത്. പക്ഷെ ഇപ്പോൾ അതിനകത്ത് 14 സെക്ടറുകൾ ഉണ്ട്. ഇതിനകത്ത് ഓരോ സെക്ടറിനും കിട്ടുന്ന ഇൻസെന്റീവിന്റെ പെർസെൻറ്റേജ് എന്ന് പറയുന്നത് ഡിഫറൻ്റ് ആണ്. അത് ചില കേസുകളിൽ 1% തൊട്ട് ചില കേസുകളിൽ അത് 20% വരെ ഉണ്ട്. അപ്പോൾ ഈ ഇൻസെന്റീവ് വേരി ചെയ്യുന്നു മനസ്സിലാക്കുക. ഇനി ഇതിനകത്ത് ഇൻസെന്റീവ് കാൽക്കുലേറ്റ് ചെയ്യുന്നത് ഈ മാനുഫാക്ചറിങ് യൂണിറ്റുകളുടെ ഇൻക്രിമെന്റൽ സെയിൽസിന്റെ അടിസ്ഥാനത്തിലാണ്. പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഡിഫറെന്റ് സെക്ടേഴ്സിന് ഈ ഇൻസെന്റീവ് വേരി ചെയ്യും എന്ന് മനസ്സിലാക്കുക. ഇനി ഇതിന്റെ ഒബ്ജക്റ്റീവ്സ് എന്ന് പറയുന്നത് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഫോറിൻ കൺട്രീസ് ആയിട്ടുള്ള ചൈന പോലുള്ള രാജ്യങ്ങളിൽ ഈ മാനുഫാക്ചറിങ് പ്രൊഡക്റ്റുകൾക്ക് വേണ്ടിയിട്ട് ഡിപ്പെൻഡ് ചെയ്യുന്നത് കുറക്കുക, ഫോറിൻ ഡിപ്പെൻഡൻസി കുറക്കുക എന്നുള്ളതാണ്. അതുവഴി നമുക്ക് നമ്മുടെ ഇമ്പോർട്ട് ബില്ല് റിഡ്യൂസ് ചെയ്യാൻ പറ്റും, നമ്മുടെ ഫോറക്സ് റിസർവ് നമുക്ക് കൺസേർവ് ചെയ്യാൻ പറ്റും, ഡൊമസ്റ്റിക് മാനുഫാക്ചറിങ്ങിനെ ഇംപ്രൂവ് ചെയ്യാൻ പറ്റും, അല്ലെങ്കിൽ അതിനെ സ്ട്രെങ്തൻ ചെയ്യാൻ പറ്റും. അതുപോലെ തന്നെ വലിയ രീതിയിൽ ഡൊമസ്റ്റിക് എംപ്ലോയ്മെന്റ് ജനറേറ്റ് ചെയ്യാനും പറ്റും, ലേബർ ഇന്റൻസീവ് ആയിട്ടുള്ള സെക്ടേഴ്സിനെ പ്രൊമോട്ട് ചെയ്യുന്നതിലൂടെ. ഇനി അടുത്തതായിട്ട് ഡിസ്കസ് ചെയ്യാനുള്ള ടോപ്പിക് മാർക്കറ്റ് ഇൻഫ്രാസ്ട്രക്ചർ ഇൻസ്റ്റിറ്റ്യൂഷൻസിനെ കുറിച്ചാണ്. സോ ഈ മാർക്കറ്റ് ഇൻഫ്രാസ്ട്രക്ചർ ഇൻസ്റ്റിറ്റ്യൂഷൻസിനെ കുറിച്ച് ഇന്നത്തെ ഹിന്ദുവിന്റെ പേജ് 16 ഒരു വാർത്തയുണ്ട്. അപ്പോൾ ആ ഒരു കോണ്ടെക്സ്റ്റിലാണ് അതിനെക്കുറിച്ച് പറയുന്നത്. സോ മാർക്കറ്റ് ഇൻഫ്രാസ്ട്രക്ചർ ഇൻസ്റ്റിറ്റ്യൂഷൻസ് അല്ലെങ്കിൽ MIIs എന്ന് പറയുന്നത് ഈ ക്യാപിറ്റൽ മാർക്കറ്റുമായിട്ട് ബന്ധപ്പെട്ട് വരുന്ന എല്ലാ സ്ഥാപനങ്ങളെയും കൂടി ചേർത്ത് പറയുന്നതാണ് മാർക്കറ്റ് ഇൻഫ്രാസ്ട്രക്ചർ ഇൻസ്റ്റിറ്റ്യൂഷൻസ് എന്ന് പറയുന്നത്. അതായത് സ്റ്റോക്ക് എക്സ്ചേഞ്ചുകൾ, ക്ലിയറിംഗ് കോർപ്പറേഷൻസ്, ഡെപ്പോസിറ്ററീസ്, ഇവരെല്ലാവരെയും കൂടി ഒരുമിപ്പിച്ച് ചേർത്തുകൊണ്ട് പറയുന്നതാണ്. ഇതിനെല്ലാത്തിനെയും കൂടി കോമൺലി വിളിക്കുന്ന പേരാണ് MIIs എന്ന് പറയുന്നത്. അപ്പോൾ അതിനകത്ത് സ്റ്റോക്ക് എക്സ്ചേഞ്ച് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാവർക്കും അറിയാം, അതായത് നമ്മുടെ ഇന്ത്യയിൽ ഈ പറയുന്ന സെക്യൂരിറ്റീസിനകത്തുള്ള ബൈയിങ്, സെല്ലിങ്, ഡീലിങ് ഇതൊക്കെ നടത്തുന്ന മാർക്കറ്റ് പ്ലേസ് ആണ് സ്റ്റോക്ക് എക്സ്ചേഞ്ച് എന്ന് പറയുന്നത്. അത്തരത്തിലുള്ള ഇൻസ്റ്റിറ്റ്യൂഷൻസ് ആണ് സ്റ്റോക്ക് എക്സ്ചേഞ്ചുകൾ എന്ന് പറയുന്നത്. ഓക്കെ, ഇനി ക്ലിയറിംഗ് കോർപ്പറേഷൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ സ്റ്റോക്ക് എക്സ്ചേഞ്ചുകളിലൂടെ നടക്കുന്ന വ്യാപാരത്തിന്, അതായത് സ്റ്റോക്ക് എക്സ്ചേഞ്ചുകളിലൂടെ നടത്തുന്ന വ്യാപാരത്തിന്, അതിന്റെ സെല്ലിങ്, ബൈയിങ് ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ സെറ്റിൽ ചെയ്യുന്ന, ഈ ട്രേഡുകളെ സെറ്റിൽമെന്റ് നടത്തുന്ന, അതിനെ ക്ലിയർ ചെയ്യുന്ന, ഇത്തരത്തിലുള്ള ആക്ടിവിറ്റീസിനെ ക്ലിയർ ചെയ്യുകയും സെറ്റിൽമെന്റ് നടത്തുകയും ചെയ്യുന്ന ഇൻസ്റ്റിറ്റ്യൂഷൻസിനെയാണ് ക്ലിയറിംഗ് കോർപ്പറേഷൻസ് എന്ന് വിളിക്കുക. ഡെപ്പോസിറ്ററീസ് എന്ന് പറയുന്നത് ഈ നമ്മൾ പർച്ചേസ് ചെയ്യുകയും സെല് ചെയ്യുകയും ഒക്കെ ചെയ്യുന്ന സ്റ്റോക്കുകൾ, ഇതൊന്നും നമ്മുടെ കയ്യിൽ നമ്മൾ ഹോൾഡ് ചെയ്യുന്ന സാധനങ്ങളല്ലല്ലോ. അപ്പൊ ഇത് ഈ ഇൻവെസ്റ്റേഴ്സിന് വേണ്ടിയിട്ട്, ഇൻവെസ്റ്റേഴ്സ് പർച്ചേസ് ചെയ്തിട്ടുള്ള അല്ലെങ്കിൽ ഇൻവെസ്റ്റേഴ്സിന്റെ കയ്യിലുള്ള സെക്യൂരിറ്റീസ് ഡീമെറ്റീരിയലൈസ്ഡ് ഫോമിൽ, അതിനാണ് ഡിമാറ്റ് എന്ന് പറയുക, ഡീമെറ്റീരിയലൈസ്ഡ് ഫോമിൽ ഹോൾഡ് ചെയ്യുന്ന ഇൻസ്റ്റിറ്റ്യൂഷൻസ് ആണ്, അല്ലെങ്കിൽ ഒരു രജിസ്ട്രി പോലെ, ഒരു രജിസ്റ്റേർഡ് ഡെപ്പോസിറ്ററി പോലെ ഹോൾഡ് ചെയ്യുന്ന ഇൻസ്റ്റിറ്റ്യൂഷൻസിനെയാണ് ഡെപ്പോസിറ്ററീസ് എന്ന് പറയുന്നത്. അപ്പൊ നമ്മുടെ ക്യാപിറ്റൽ മാർക്കറ്റ് അല്ലെങ്കിൽ നമ്മുടെ ഈ പറയുന്ന സ്റ്റോക്ക് എക്സ്ചേഞ്ചുകൾ വർക്ക് ചെയ്യണമെങ്കിൽ 3 ഇൻസ്റ്റിറ്റ്യൂഷൻസും ആവശ്യമാണെന്ന് മനസ്സിലാക്കുക. അപ്പൊ ഇതിന് 3നെയും കൂടി ചേർത്തിട്ടാണ് മാർക്കറ്റ് ഇൻഫ്രാസ്ട്രക്ചർ ഇൻസ്റ്റിറ്റ്യൂഷൻസ് എന്ന് പറയുന്നത്. നമുക്ക് ഏറ്റവും അവസാനമായിട്ട് ഡിസ്കസ് ചെയ്യാനുള്ള ടോപ്പിക് അസ്താനയാണ്. സോ അസ്താനെ കുറിച്ച് ഡിസ്കസ് ചെയ്യാനുള്ള കാരണം ഈ പ്രാവശ്യത്തെ ഷാങ്ഹായ് കോർപ്പറേഷൻ ഓർഗനൈസേഷന്റെ സമ്മിറ്റ് നടക്കാൻ പോകുന്നത് അസ്താനയിലാണ് എന്നുള്ളതുകൊണ്ടാണ്. സോ അസ്താന എന്ന് പറയുന്നത് കസാക്കിസ്ഥാന്റെ
ക്യാപിറ്റൽ സിറ്റിയാണ് അസ്താന എന്ന് പറയുന്നത്. ഇതൊരു പർപ്പസ് ബിൽഡ് ആയിട്ടുള്ള ക്യാപിറ്റൽ സിറ്റിയാണ്. അത് നാച്ചുറലി ഇവോൾവ് ചെയ്ത് വന്നിട്ടുള്ള ഒരു ക്യാപിറ്റൽ സിറ്റി ഒന്നുമില്ല. നമ്മൾ ഈ കസാഖിസ്ഥാൻ ഗവൺമെന്റ് അവരുടെ ക്യാപിറ്റലായിട്ട് ഒരു സിറ്റി വേണം എന്ന് പറഞ്ഞിട്ട് അവർ ബിൽഡ് ചെയ്തെടുത്ത ഒരു സിറ്റിയാണ്. ഇതിനു മുമ്പ് ഈ അൽമാട്ടി എന്ന് പറയുന്ന കസാഖിസ്ഥാനിലെ ഏറ്റവും വലിയ സിറ്റി ഉണ്ട്. ഈ അൽമാട്ടി ആയിരുന്നു കസാഖിസ്ഥാനിലെ ഇനീഷ്യലി അവരുടെ ക്യാപിറ്റൽ എന്ന് പറയുന്നത്. 1997 ആ ഒരു സമയത്താണ് ഇവിടെയാണ് അൽമാട്ടി കിടക്കുന്നത്. സോ ഈ അൽമാട്ടിയിൽ നിന്ന് അസ്താനയിലേക്ക് അവരുടെ ക്യാപിറ്റൽ ഷിഫ്റ്റ് ചെയ്യുന്നത്. അപ്പൊ നിലവിൽ ഈ കസാഖിസ്ഥാന്റെ ക്യാപിറ്റൽ സിറ്റി എന്ന് പറയുന്നത് അസ്താനയാണ്. ഇത് ഈ കസാഖിസ്ഥാനിലൂടെയും റഷ്യയിലൂടെയും ഒഴുകുന്ന പ്രധാനപ്പെട്ട ഒരു റിവറാണ് ഇഷിം റിവർ എന്ന് പറയുന്നത്. ഈ ഇഷിം റിവറിന്റെ സൈഡിലായിട്ടാണ് അസ്താന ലൊക്കേറ്റ് ചെയ്തിട്ടുള്ളത്. കസാഖിസ്ഥാനിൽ ഓവറോൾ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ കസാഖിസ്ഥാന്റെ ഒരു നോർത്ത് സെൻട്രൽ പാർട്ടിലായിട്ടാണ് ഈ അസ്താന ലൊക്കേറ്റ് ചെയ്തിട്ടുള്ളത്. ഇനി ഈ അസ്താനയെ കുറിച്ച് പറയുന്ന സമയത്ത് ഈ ഇടക്കാലത്ത് ഒരു 2022-23 വരെയൊക്കെ അസ്താനക്ക് ഇടക്കാലത്ത് അവർ മറ്റൊരു പേര് കൊടുത്തിട്ടുണ്ടായിരുന്നു. ഈ കസാഖിസ്ഥാനിലെ ഒരു ലോങ് ടേം ലീഡർ ആയിരുന്നു നൂർ സുൽത്താൻ നാസർബായേവ് എന്ന് പറയുന്ന ആള്. സോ ഈ നൂർ സുൽത്താൻ നാസർബായേവിന്റെ പേരിൽ ഈ സിറ്റി അറിയപ്പെട്ടിട്ടുണ്ടായിരുന്നു. ഇടക്കാലത്ത് ഇവരുടെ ഗവൺമെന്റ് അസ്താനയുടെ പേര് മാറ്റിയിട്ട് നൂർ സുൽത്താൻ എന്ന് ഈ സിറ്റിയുടെ പേര് മാറ്റിയിട്ടുണ്ടായിരുന്നു. പക്ഷെ അത് വീണ്ടും ഇപ്പൊ 2022-23 അവിടെ ഒരുപാട് പ്രക്ഷോഭങ്ങളൊക്കെ നടന്നതിന് ശേഷം ഒരു കോൺസ്റ്റിറ്റ്യൂഷണൽ അമെൻമെന്റിലൂടെയാണ് വീണ്ടും ഇതിന്റെ പേര് അസ്താന എന്നാക്കി മാറ്റുന്നത്. അപ്പൊ അതുകൊണ്ട് തന്നെ ഈ 2022-23 കാലഘട്ടത്തിലൊക്കെ ഈ അസ്താനക്ക് ഒരു ഗിന്നസ് റെക്കോർഡ് തന്നെ ഉണ്ടായിരുന്നു. ഈ മോഡേൺ ടൈംസിൽ ഏറ്റവും കൂടുതൽ തവണ പേര് മാറ്റിയിട്ടുള്ള ക്യാപിറ്റൽ സിറ്റി എന്നുള്ളൊരു റെക്കോർഡ് അസ്താനയുടെ പേരിലുണ്ടായിരുന്നു എന്ന് മനസ്സിലാക്കുക. അപ്പോ ഈ അസ്താന എന്ന് പറയുന്ന സിറ്റിക്കുള്ള മറ്റൊരു പ്രത്യേകത എന്ന് പറയുന്നത് കസാഖിസ്ഥാനിൽ അൽമാട്ടി കഴിഞ്ഞു കഴിഞ്ഞാൽ അവരുടെ സെക്കൻഡ് ലാർജസ്റ്റ് സിറ്റി, ഏറ്റവും വലിയ രണ്ടാമത്തെ സിറ്റി എന്ന് പറയുന്നത് അസ്താനയാണ്. അതുപോലെ തന്നെ മംഗോളിയയുടെ ക്യാപിറ്റൽ ആയിട്ടുള്ള ഉലംബത്താർ കഴിഞ്ഞു കഴിഞ്ഞാൽ ലോകത്തിലെ ഏറ്റവും കോൾഡസ്റ്റ് ആയിട്ടുള്ള രണ്ടാമത്തെ കോൾഡസ്റ്റ് ആയിട്ടുള്ള നാഷണൽ ക്യാപിറ്റൽ അസ്താനയാണ്. അത് കുറച്ചു കാലം മുമ്പ് വരെ ഈ അസ്താനയ്ക്ക് വരുന്നതിന് മുമ്പ് വരെ അത് കാനഡയുടെ ക്യാപിറ്റലിനായിരുന്നു ഈ റെക്കോർഡ് ഉണ്ടായിരുന്നത്. പക്ഷേ ഇപ്പൊ അസ്താനക്കാണ്. കാരണം വളരെയധികം ഹെവി ആയിട്ടുള്ള കോണ്ടിനെന്റൽ ക്ലൈമറ്റ് ഉള്ള ഒരു റീജിയൻ ആണ് അസ്താന എന്ന് പറയുന്നത്. വളരെ ലോങ് ആയിട്ടുള്ള ഹാർഷ് ആയിട്ടുള്ള വിന്റർ സീസൺ ഇവിടെ ഉണ്ട്. ഇപ്പൊ ഇവിടുത്തെ ക്ലൈമറ്റ് എന്ന് പറയുന്നത് ഒരു കോണ്ടിനെന്റൽ ടൈപ്പ് ഓഫ് ക്ലൈമറ്റ് ആണെന്ന് മനസ്സിലാക്കുക. സോ ഇത്രയും കാര്യങ്ങളാണ് ഇന്നത്തെ ഡെയിലി ന്യൂസിനകത്ത് ഡിസ്കസ് ചെയ്യാനുള്ളത്. സോ താങ്ക് യു ഓൾ.